ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറേ ആയി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഫേബ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവ് പറഞ്ഞോന്ന്. പക്ഷേ ഞാൻ കുറേ നോക്കി, കുറേ ലൈവ് കണ്ടു. പക്ഷേ എനിക്കത് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓപ്പൺ ആണെങ്കിലും എനിക്കറിയില്ല എന്താ സംഭവം. ഞാൻ ട്രൈ ചെയ്യാം വീണ്ടും. അപ്പോൾ ഞാൻ നാളെ ലൈവ് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നടക്കും തോന്നില്ല കേട്ടോ. കാരണം എനിക്ക് തിരക്കിനിടയിൽ, തിരക്കെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ന്യൂ ഇയറിൻ്റെ അവധിയുണ്ട്. ബട്ട് ഒന്ന് രണ്ട് ഡേ ഒക്കെ ഉള്ളൂ. അതിനിടയിലും നമുക്ക് അവധി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ട്രൈ ചെയ്തു. പക്ഷേ എനിക്കത് ശരിയാവുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് സംസാരിക്കാം. കാരണം നമ്മുടെ 2024 ലാസ്റ്റ് വീഡിയോ ആണല്ലോ ഇത്. ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ കുറച്ച് സംസാരിക്കാം. 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഹാപ്പിനെസ്, 50% സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ 50% നമ്മുടെ ആ ഒരു സ്കൂൾ ലൈഫ് ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ സത്യം ഇപ്പം ഞാൻ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എപ്പോഴും ഒരു ഭയങ്കരമായിട്ട് മെമ്മറബിളായിട്ടുള്ള മൊമെൻറ്റ്സ് ഒരു പക്ഷേ ഇനി വരുമ്പോൾ കോളേജിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ സ്കൂൾ ലൈഫ് ബെറ്റർ ആയിരുന്നു, പറയാനൊന്നുമില്ല, അങ്ങനെ അത്ര സൂപ്പറായിരുന്നു. അപ്പോൾ അവിടെ സ്കൂൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് 1 പ്ലസ് 2 മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ മൊമെൻറ്റ്സൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട് പ്ലസ് 2-ൽ. അതിലൊരെണ്ണം എനിക്ക് ഏറ്റവും എൻ്റെ മെമ്മറിയിൽ നിൽക്കുന്നത്, പെട്ടെന്ന് എനിക്ക് വരുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ കുഞ്ഞു തിങ്സ് ആയിരിക്കാം, പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ വന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും പോയി, ഞാൻ മാത്രം പോയില്ല. എല്ലാവരും എന്ന് വെച്ചാൽ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പോകണം എന്ന് വിചാരിച്ചവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാത്രം പോകണം എന്ന് വിചാരിച്ചു, പക്ഷേ പോയില്ല. കാരണം നമ്മുടെ സബ് ജില്ലാ പ്രോഗ്രാം ഇടയ്ക്കായിരുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് മുടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാക്ടീസിന് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല. അത് ഒരു വലിയ മിസ്സിങ് ആയിരുന്നു കേട്ടോ. കാരണം ലാസ്റ്റ് പ്ലസ് 2-ൽ നമ്മൾ കുറേ ആഗ്രഹിച്ച് കുറേ എല്ലാവരും പോയിട്ടോ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 5-6 പേരെന്തോ ഒഴിവായുള്ളൂ, ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കുഞ്ഞു മൊമെൻറ്റ്സൊക്കെ, ഒരുപാട് ഹാപ്പിനെസ് നൽകിയ കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെന്താ 2024-ൽ 2023-ലാട്ടോ വാപ്പി ഗൾഫിൽ പോയി. 24-ൽ വാപ്പി തിരിച്ചു വന്നു. പിന്നെന്താ കുറേ സന്തോഷിപ്പിക്കുകയും കുറേ സങ്കടപ്പെടുത്തുകയും കുറേ പിന്നെ 2024-ലാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ട് വീട് വിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുന്നത്. ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വീട് വിട്ട് നിൽക്കുന്നു. അങ്ങനൊരു ഇതുണ്ടായത് 2024-ലാണ്. പഠിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലും ഞാൻ അങ്ങനെ വന്ന് നിൽക്കുന്നത്. അതിൽ കുറേ വിഷമം ഉണ്ടായിരുന്നു. വന്ന സമയത്തൊന്നും ഞാൻ ഒട്ടും, ഞാൻ അവിടെ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ദൂരെ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ഓക്കെയാണ്, ഞാൻ പോവാം എന്നുള്ള മൈൻഡായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ കുറച്ചൊന്ന് സെറ്റാവാൻ കുറച്ച് പാടിട്ട്. ഇപ്പം പിന്നെ കുഴപ്പമില്ല. പിന്നെ കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും നാളും ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അത് ഞാൻ നല്ലോണം മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കി ഞാൻ ഇത്രയും നാളും ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ്, പേരൻ്റൽ ഡിപ്പെൻഡ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു പരിധി വരെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണമല്ലോ. കാരണം നമ്മൾ ഇവിടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണമല്ലോ. അപ്പം പക്ഷേ വീട്ടിൽ അങ്ങനെയല്ലല്ലോ. നമുക്ക് ഇതിന് ഉമ്മയുണ്ട്, വാപ്പിയുണ്ട്. അപ്പം അത് ഭയങ്കര ഇവിടെ വന്ന സമയത്ത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ കുഞ്ഞു വിഷമങ്ങളും കുഞ്ഞു സന്തോഷങ്ങളും, വലിയ സന്തോഷങ്ങളും, വലിയ വിഷമങ്ങളും തന്നൊരു വർഷമായിരുന്നു 2024. പിന്നെ 2024 പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എനിക്കൊരു വീഡിയോ വേണം, അതാണ് ഞാനിങ്ങനെ വളവളാ വർത്താനം അടിക്കുന്നത്. പിന്നെന്താ, ഇന്ന് December 31 നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകിട്ട് എല്ലാവരും കൂടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെന്താ, പിന്നെ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നാളെ January 1 നമ്മൾ ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ പുറത്തൊക്കെ പോയി. അതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നൈറ്റിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ആരും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെന്താ, കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഹോസ്റ്റൽ മാറും എന്നാണ്
വിചാരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് മാറുമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ വൈകിട്ടല്ല, ഇന്ന് മാറുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് അവിടെ ചെന്നിട്ട് എന്താ അവിടെ ചെന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാന്നുള്ള ജസ്റ്റ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാമെന്നൊക്കെ ഇരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് അത് തീരുമാനം മാറി. പിന്നെ ഇവിടെ തന്നെ ആയി. നാളെ രാവിലെ പോകുന്നുള്ള തീരുമാനത്തിലുണ്ട്. നാളെ രാവിലെ എന്തായാലും ഷുവറായിട്ട് പോകുമെന്നാണ് തോന്നുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ തന്നെ എന്തായാലും ഷുവറായിട്ട് മാറും. പിന്നെന്താ പിന്നെ കുറേ ആയി ഞാൻ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇല്ല കുറേ ആയില്ലേ, 2 ദിവസം മുമ്പ് വിട്ടല്ലേ ക്രിസ്മസിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറേ ദിവസം, അല്ലാണ്ട് ഞാൻ ക്രിസ്മസിൻ്റെ വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്തതല്ലേ. പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ തിരക്കും ബഹളവും, അതിനിടയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ കുഞ്ഞു ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടാണ് തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെ ആക്കിയത്. എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. ക്രിസ്മസ് പരിപാടിയുടേത് കേക്ക് കട്ടിങ്ങൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അതിന് മുമ്പത്തെ ദിവസം പരിപാടി ജസ്റ്റ് കേക്ക് കട്ടിങ്ങും ഫുഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. 21st നമ്മുടെ പരിപാടി. 20th നമുക്ക് ജസ്റ്റ് കേക്ക് കട്ടിങ്ങും കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. 21st ക്രിസ്മസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാച്ച് മാത്രമായിരുന്നു കേട്ടോ. 21st എല്ലാവരും കൂടെ അങ്ങനെ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു. എനിക്ക് അടിപൊളി പനിയൊക്കെ വന്നു, പനിയൊക്കെ മാറിയിട്ടോ. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് വെളിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തൊണ്ടകുത്താൻ തുടങ്ങി കേട്ടോ. ഞാൻ ആ വഴിയിൽ നിന്ന് ചുമച്ചിട്ട് വഴിയായി, പക്ഷേ കുഴപ്പമില്ല, ഓക്കെ ആയി. പിന്നെ അതങ്ങ് മാറി കേട്ടോ. പിന്നെ ഒരു കയ്പ്പൻ സിറപ്പ് എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ ഞാനത് 3 പ്രാവശ്യം കുടിച്ചുള്ളൂ. പക്ഷേ പെട്ടെന്ന് മാറി കേട്ടോ. പക്ഷെ എനിക്ക് സിറപ്പ് കുടിക്കുന്നതൊന്നും അത് ഇഷ്ടമല്ല. അതുപോലെ പിന്നെ എൻ്റെ അത്രയ്ക്ക് ചുമ സഹിയാണ്. പിന്നെ വീട്ടിലാകുമ്പോൾ നമുക്ക് ചുക്കാപ്പി അത് നമ്മുടെ അടുത്ത് കിട്ടുമായിരുന്നു. ആവിയൊക്കെ പിടിക്കാൻ പുറകിലുണ്ട് നടക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവി പിടിക്കണമെങ്കിൽ നമ്മൾ എണീക്കണം, നമ്മൾ ചൂടാക്കണം, നമ്മളുണ്ടാക്കണം. എന്താ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, കുഞ്ഞൊരു വീഡിയോ ആക്കാൻ വേണ്ടി. പക്ഷെ കുഞ്ഞൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ എന്തായാലും 2024 കഴിയുകയാണ്. 2025 ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാം നടക്കട്ടെ, എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ 2025. എന്താ 2025 എന്താ പറയുക, എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന അറിയില്ല കേട്ടോ. 10 വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാമായിരിക്കും. 10 ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാന്നാണ് എൻ്റെ ഒരു ഇത്. 12 പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹോസ്റ്റലിൽ വൈഫൈ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇനി കൊണ്ടുവന്നിടത്ത് വൈഫൈ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം അറിയില്ല, നമ്മുടെ വീഡിയോസ് ഭയങ്കര ടാസ്ക് ആയിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ. കാരണം ഉള്ള നെറ്റിൽ വേണമല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. മറ്റേത് നമുക്ക് ഷോർട്സൊക്കെ ആണെങ്കിലും ചെയ്യാനാണെങ്കിലും കുറേ ഇങ്ങനെ തപ്പി ഇരുന്നാലും നെറ്റ്, എനിക്കൊന്ന് യൂട്യൂബിൽ എത്ര നെറ്റ് പോകത്തില്ല, എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്താ പുതിയ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് 2005 വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്തേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.